കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഫുജി ഫിലിം ക്യാമറ ഉപയോഗിച്ചതിന് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരുന്നു. കുറച്ച് ഫോട്ടോസ് കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, ശരിക്കും അത് അപ്രതീക്ഷിതമായിട്ട് നടന്ന കാര്യങ്ങളാണ്. ഞാൻ ചാർലി ചേട്ടനെ വിളിക്കുന്നു, ഫുജി ഫിലിം ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പം എല്ലാ ക്യാമറകളും അവൈലബിൾ ആണെങ്കിൽ എനിക്ക് വീഡിയോ ഫോർമാറ്റ് ക്യാമറ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ചാർലി ചേട്ടൻ പറഞ്ഞു, നീ അവൈലബിൾ ആണെങ്കിൽ പോരെ, നമുക്ക് ചെയ്യാടാ. അപ്പം നമ്മൾ കാണിക്കാൻ പോകുന്ന ഫോട്ടോ പോലും അത് കംപ്ലീറ്റ്ലി ഒരു ടീം എഫേർട്ടാണ് കേട്ടോ. അത് ശരിക്കും ഫോട്ടോയ്ക്ക് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത സാധനം അല്ല. അത് നമ്മളൊരു വീഡിയോ അത്യാവശ്യം വളരെ ലോ ലൈറ്റിൽ അവിടുത്തെ ആംബിയൻ ലൈറ്റിൽ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളൊരു പ്ലാനിൽ തുടങ്ങിയതാണ്. അങ്ങനെ ഒരു മൊമെൻ്റ് അവിടെ നടക്കുമ്പോൾ അത് എൻ്റെ ക്യാമറയിലൂടെ എനിക്ക് മെമ്മറി ആക്കി വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇത്രയും നല്ലൊരു ക്യാമറ കിട്ടി, അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ കൂടി അറിയണം. അങ്ങനൊരു പെട്ടെന്ന് നടക്കുന്നൊരു ഇൻസിഡൻറ്റ് എന്താണ്, അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അറിയണം എന്ന് കരുതിയിട്ട് എനിക്കിഷ്ടപ്പെട്ടൊരു ഫ്രെയിമിലേക്ക് ഞാൻ എത്തി. അവർ ഓടി പോകുന്ന വഴിക്ക് എടുത്തൊരു ഫോട്ടോയാണ്. ഒറ്റ ക്ലിക്കിൽ എനിക്ക് എടുത്തിട്ടുണ്ട്. അത് തോന്നിയത് മാത്രമല്ല, നമുക്കൊരു ധാരണയുണ്ട് മീഡിയ ഫോർമാറ്റ് ക്യാമറകൾ ഉപയോഗിക്കുമ്പോൾ ശരിക്കും ട്രൈപോഡ് ഉപയോഗിച്ചെടുക്കണം എന്നുള്ളൊരു ധാരണയുണ്ട്. ലൈറ്റിൻ്റെ കാര്യം, ആ മരത്തിൽ ഇങ്ങനെ റാപ്പ് ചെയ്തേക്കുന്ന ഒരു ലൈറ്റാണ് ആകെ ഉള്ള ലൈറ്റ്. പിന്നെ ആദർശ് ഒരു LC500 ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു LC പിടിച്ചു, അതും മഴ നനയാതെ കുടയിൽ നിന്നുള്ള ലൈറ്റാണ്. അതെ, അതാണ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ആ ആംബിയൻസിനെ അതേപോലെ പകർത്താൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പം ഒരു 106 മെഗാ പിക്സൽ ഉള്ള ഒരു ക്യാമറയാണ്, മീഡിയം ഫോർമാറ്റ് ക്യാമറയാണ്, അത്രയും വലിയ സെൻസറാണ്. അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ ശരിക്കും യൂസ് ചെയ്ത് അവിടെയാണ്. നമ്മളത് എടുത്തേക്കുന്നത് 10,000 ISO-ലാണ്. സ്വാഭാവികമായിട്ടും പ്രോസസ്സ് ചെയ്ത ഇമേജാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ 10,000 ISO-യിൽ എടുത്തൊരു ഇമേജ്, ഒരു 106 മെഗാ പിക്സൽ ക്യാമറയിൽ എടുത്തൊരു ഇമേജ് ഇത്രയും ഡീറ്റെയിലിംഗ് അതിനകത്തുണ്ട്. ആ കളർ അതേ കണക്ക് കിട്ടി. ഏറ്റവും ലക്കിയസ്റ്റ് എന്ന് പറഞ്ഞാൽ ജോഷിനെയും ജോഷിയുടെ ഹസ്ബൻഡുമാണ്. കാരണം അങ്ങനെ ഒരു പടം അവർക്ക് തീർച്ചയായിട്ടും ആ പ്രകൃതിയും എല്ലാ കാര്യങ്ങളും അതിന് നമുക്ക് വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഓരോ ഫോട്ടോഗ്രാഫേഴ്സിന്റെയും ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഗിഫ്റ്റിന് വേണ്ടിയിട്ടാണ് ഓരോ ഫോട്ടോഗ്രാഫറും വർക്ക് ചെയ്യുന്നത്. ശരിക്കും തീർച്ചയായിട്ടും വരുമാന മാർഗമാണ് ഫോട്ടോഗ്രാഫി എങ്കിലും ഒരു പാഷൻ, നമുക്ക് അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിലേക്ക് വർക്ക് ചെയ്യുന്നു. അതിന് ദൈവമായിട്ട് തരുന്നൊരു ഗിഫ്റ്റാണ് ശരിക്കും പറയാം ഇങ്ങനെയുള്ള ചില ഫോട്ടോസ് എന്ന് പറയുന്നത്. പക്ഷേ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പടം കിട്ടിയിട്ട് തിരിച്ചു പോവാന്ന് പറയുന്നത്, അതെ അതെ, അത് ഇത് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഒരു ആക്ഷനിൽ കിട്ടിയ നല്ലൊരു പടമാണ്. അത് നിങ്ങൾ എല്ലാവരും കാണണം. അതാണ് നിങ്ങൾക്ക് ആദ്യം കാണേണ്ട ഒരു ഫോട്ടോ. അപ്പം ഫോട്ടോ കണ്ടിട്ട് വരാം.